ഹലോ മക്കളെ, നമ്മൾ പി എച്ചിൻ്റെ ടോപ്പിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. പി എച്ച് ഓഫ് സ്ട്രോങ് ആസിഡ്, പി എച്ച് ഓഫ് സ്ട്രോങ് ബേസ്, വീക്ക് ആസിഡ്, വീക്ക് ബേസ്, മിക്സ്ചർ ഓഫ് ആസിഡ്, ഡയലൂഷൻ ആണെങ്കിൽ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. എല്ലാത്തിനും ഒന്നും രണ്ടും എക്സാമ്പിൾ വീതം ചെയ്തു. അങ്ങനെ പഠിച്ചു മാത്രം പോയിട്ട് കാര്യമില്ല. ഇത് പ്രോബ്ലം ചെയ്താൽ മാത്രമേ നമുക്കത് നല്ലപോലെ തറവാകത്തുള്ളൂ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ഇത് ശരിക്കും നമ്മൾ ബേസിക് കോൺസെപ്റ്റും നമ്മുടെ ഈക്വിലിബ്രിയം കൂടെ കണക്ട് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ആണ്. ഒരുപാട് ആപ്ലിക്കേഷൻ, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കുറേ ആപ്ലിക്കേഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഫോർമുല വെയ്റ്റ് ഓഫ് H2SO4 sulfuric acid is 98. The weight of the acid in 400 ml of 0.1 molar solution is. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഫോർമുല വെയ്റ്റ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഫോർമുല വെയ്റ്റ് എന്ന് പറയുമ്പോൾ മോളിക്കുലാർ വെയ്റ്റ് തന്നെയാണ്. ഒരു അയോണിക് കോമ്പൗണ്ടിൻ്റെ കേസിൽ നമ്മൾ മോളിക്യൂൾ അല്ലാത്തത് കൊണ്ട് ആ മോളിക്കുലാർ മാസിന് പകരം നമ്മൾ പറയുന്നത് ഫോർമുല മാസ് എന്നാണ്, ഫോർമുല വെയ്റ്റ് എന്നാണ്. സോഡിയം ക്ലോറൈഡിൻ്റെ കേസിലായാലും നമ്മൾ മോളിക്കുലാർ മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് എന്നല്ല പറയുന്നത്, ഫോർമുല മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഫോർമുല മാസ്, ദാറ്റ് ഈസ് മോളിക്കുലാർ മാസ് തന്നിരിക്കുന്നു. എത്രയാണ്? 98. അപ്പം ഞാൻ മോളിക്കുലാർ മാസ് എന്ന് തന്നെ എഴുതുകയാണ്. ഫോർമുല മാസ് ആണ്. മോളിക്കുലാർ മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് H2SO4. മോളിക്കുലാർ മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് എത്രയാണ്? 98 ആണ്. ദ വെയ്റ്റ് ഓഫ് ആസിഡ് ഇൻ 400 ml ഓഫ് 0.1 മോളാർ സൊല്യൂഷൻ. നമ്മുടെ കയ്യിൽ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് മൊളാരിറ്റി തന്നിട്ടുണ്ട്. മൊളാരിറ്റി 0.1 മോളാർ സൊല്യൂഷനാണ്. ഇത് 400 ml ഉണ്ട്. വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 400 ml ആണ്. 400 ml 0.1 മോളാർ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടെങ്കിൽ ആ സൾഫ്യൂരിക് ആസിഡിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ വെയിറ്റ് എത്ര? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ കയ്യിൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, സൾഫ്യൂരിക് ആസിഡിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. അത്രയും വോളിയത്തിൽ എത്ര ഗ്രാം സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്ന് നോക്കിയേ. മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ ആണ്. ലിറ്ററിലാണെങ്കിൽ മുകളിലത്തെ 1000 വേണ്ട. ഇവിടെ വോളിയം മില്ലി ലിറ്ററിലായതുകൊണ്ട് മുകളിൽ 1000 എന്ന് വന്നു. ഓക്കെ, ദെൻ നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് എഴുതാൻ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് എന്നല്ലേ. നമ്പർ ഓഫ് മോൾസിനെ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഗിവൺ മാസ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റർ എന്നല്ലേ മൊളാരിറ്റിയുടെ ഇക്വേഷൻ. ഇതാ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളിത് പഠിച്ചതാണ്. മൊളാലിറ്റിയും നോർമാലിറ്റിയും ഒക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. പക്ഷേ ഈ ടൈമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട്, അതായത് പി എച്ചുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റൂ. ഇവിടെ നോക്കുക. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു W ഇൻറ്റു 1000, ദാറ്റ് ഈസ് വെയ്റ്റ് ഓഫ് സൊല്യൂട്ട്, വെയ്റ്റ് ഓഫ് സബ്സ്റ്റൻസ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയ്റ്റ് ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റർ. ഇവിടെ നമുക്ക് മൊളാരിറ്റി കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, മോളിക്കുലാർ മാസ് അറിയാം, വോളിയം അറിയാം. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? വെയ്റ്റ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, വെയ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെയ്റ്റ് ഓഫ് സബ്സ്റ്റൻസ് ഈസ് ഈക്വൽ ടു, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൂടെ? മൊളാരിറ്റി ഇൻറ്റു മോളിക്കുലാർ മാസ് ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റർ ഡിവൈഡഡ് ബൈ 1000 അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൊളാരിറ്റി എത്രയാ? 0.1 മോളാർ ആണ്. ഇൻറ്റു മോളിക്കുലാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 98 ആണ്. വോളിയം 400 ആണ്. ഡിവൈഡഡ് ബൈ 1000. ഇവിടുത്തെ 2 സീറോയും ഇവിടുത്തെ 2 സീറോയും ക്യാൻസലായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു 98, 9.8 ഇൻറ്റു 4 എന്ന് വരും. 9.8 ഇൻറ്റു 98 ഇൻറ്റു 4 ചെയ്യാം. 8 4 32, 9 4 36, 3 39. അതായത് 98 ഇൻറ്റു 4 392 ആണ്. 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 39.2 എന്ന് വരും.
ഡിവൈഡഡ് ബൈ ഒരു 10 ഇല്ലേ, അങ്ങനെയാണെങ്കിൽ 3.92 എന്ന് വരും. അപ്പം വെയിറ്റ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഇൻ 400 ml ഓഫ് 0.1 മോളാർ സൊല്യൂഷൻ എന്ന് പറയുന്നത് 3.92 ഗ്രാം ആണ്. കിട്ടിയല്ലോ. ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ, 2.45 3.92 ഗ്രാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ വാല്യൂ കിട്ടി. തന്നിരിക്കുന്ന സൊല്യൂഷനകത്ത് സൾഫ്യൂരിക് ആസിഡിൻ്റെ മാസ് 3.92 ഗ്രാം ആണ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോർമാലിറ്റി ഓഫ് 2 മോളാർ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കണം. കോൺസെൻട്രേഷൻ മൊളാരിറ്റി തന്നിട്ടുണ്ട്. നമുക്കറിയാം നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വാലൻസ് ഫാക്ടർ എൻ. മൊളാരിറ്റി ഇൻറ്റു വാലൻസ് ഫാക്ടർ എൻ ആണ്. ഇവിടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ മൊളാരിറ്റി തന്നിട്ടുണ്ട്. മൊളാരിറ്റി എത്ര മോളാർ എന്നാണ് പറഞ്ഞേക്കുന്നത്? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 2 മോളാർ ആണ്. ബാലൻസ് ഫാക്ടർ എൻ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ആസിഡ് ആരാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. H2SO4 സ്പ്ലിറ്റ് ചെയ്താൽ 2H പ്ലസും SO4 2 മൈനസും ആയിട്ടല്ലേ മാറുന്നത്? ആസിഡിൽ നിന്നും എത്ര എച്ച് പ്ലസിനെ റിലീസ് ചെയ്യാൻ പറ്റും അതിനെയാണ് അതിൻ്റെ വാലൻസ് ഫാക്ടർ എന്ന് പറയുന്നത്. ആസിഡിൽ നിന്നും റിലീസ് ചെയ്യുന്ന എച്ച് പ്ലസ് അയോണുകളുടെ എണ്ണത്തെയാണ് വാലൻസ് ഫാക്ടർ എന്ന് പറയുന്നത്. അതേപോലെ ബേസിൻ്റെ കേസിൽ റിലീസ് ചെയ്യുന്ന OH മൈനസ് അയോണിൻ്റെ എണ്ണമാണ് അതിൻ്റെ വാലൻസ് ഫാക്ടർ. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൽ നിന്നും എത്ര എച്ച് പ്ലസിനെ റിലീസ് ചെയ്യുന്നു? 2 എച്ച് പ്ലസിനെ റിലീസ് ചെയ്യുന്നു. സോ വാലൻസ് ഫാക്ടർ ഓഫ് ആസിഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പം മൊളാരിറ്റി കിട്ടി. മൊളാരിറ്റി നമ്മുടെ കയ്യിലുണ്ട്. വാലൻസ് ഫാക്ടർ N നമ്മുടെ കയ്യിലുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടേ? നോർമാലിറ്റി ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു മൊളാരിറ്റി. മൊളാരിറ്റി എത്രയാ? 2 ഇൻറ്റു വാലൻസ് ഫാക്ടർ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു നോർമാലിറ്റി എന്ന് പറയുന്നത് 4 നോർമൽ ആണ്. നമ്മുടെ ആൻസർ എത്രയാണ്? 4 നോർമൽ. ഫസ്റ്റ് ഓപ്ഷനിൽ 2 നോർമൽ, സെക്കൻഡ് ഓപ്ഷൻ 4 നോർമൽ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് pH is equal to 3.31 then find out concentration of H+. H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. ഇതാ നോക്കിയേ, pH is equal to 3.31 ആണ്. pH is equal to 3.31 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് കണ്ടുപിടിക്കണം. pH 7 ആണെങ്കിൽ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁻7 അല്ലേ? pH 7 ആണെങ്കിൽ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻7 ആണ്. അതായത് pH is equal to മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആ. കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുമ്പോൾ 10⁻⁻7 ആണ്. ലോഗ് A⁻x എന്ന് പറയുന്നത് എക്സ് ലോഗ് എ ആണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. 7 ലോഗ് 10 എന്ന് വരും. ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്. സോ pH എന്തായിട്ട് വന്നു? 7 എന്ന് വന്നു. ഇവിടെ pH 3.31 ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പം 10⁻³ അല്ലേ? 10⁻³ അല്ലേ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ? അങ്ങനെ ആവുമ്പോഴല്ലേ ഇതാ നോക്കിയേ, pH is equal to മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ദാറ്റ് ഈസ് 10⁻³ എന്ന് വിചാരിക്കാം. ലോഗ് A⁻x എക്സ് ലോഗ് എ ആണ്. എക്സ് മൈനസ് ആണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. സോ 3.31 ലോഗ് 10. ലോഗ് 10ൻ്റെ വാല്യൂ 1 എന്ന് വരുമല്ലോ. അപ്പോൾ pH 3.31 വരണമെങ്കിൽ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻³ ആണ്. ആണോ? അങ്ങനെയാണെങ്കിൽ 10⁻³ എന്ന് പറയുന്ന ഒരു ഫോർമുലയിൽ ഇവിടെ ഉണ്ടോ? ഇല്ല. 10⁻³ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചു നോക്കുകയാണെങ്കിൽ 5 × 10⁻⁻4 എന്ന് വരും. 5 × 10⁻⁻4 ആണ്. ഓക്കെ. 10⁻³ എന്ന് പറയുന്നത് 5 × 10⁻²ആണ്. ക്ലിയർ ആയല്ലോ. അടുത്തത്, ഇഫ് OH മൈനസ് is equal to 5 × 10⁻⁻5 then pH will be. OHൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അതായത് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് is equal to 5 × 10⁻⁻5 ആണ്. OHൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? 5 × 10⁻⁻5 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? pH കണ്ടുപിടിക്കണം.
പി എച്ച് കണ്ടുപിടിക്കണം. പി എച്ച് ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം. വാട്ടറിൻ്റെ കേസിൽ എച്ച് പ്ലസിൻ്റെയും ഒ എച്ച് മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം അല്ലേ? സെയിം കോൺസെൻട്രേഷനാണ്. എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ തന്നെയാണ് ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കെ ഡബ്ല്യു എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കെ ഡബ്ല്യു ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് അല്ലേ? എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കെ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ. കെ ഡബ്ല്യു നമുക്കറിയാം 10⁻⁻14 ആണ്. 10⁻⁻14 ആണ് കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ. ഡിവൈഡഡ് ബൈ ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 5 × 10⁻⁻5 ആണ്. ഓക്കെ, 10⁻⁻5 മുകളിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും? 10⁻+5 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ 1/5 ലോഗ് 10⁻⁻9 എന്ന് വരത്തില്ലേ? 1/5 ലോഗ് 10⁻⁻5 എന്ന് വന്നു. അപ്പോൾ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി 1/5 ലോഗ് 10⁻⁻5. അങ്ങനെയാണെങ്കിൽ പി എച്ച് കണ്ടുപിടിക്കാം. പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? ഇവിടുത്തെ എങ്ങനെ വന്നത്? ലോഗ് 10⁻⁻9 ആണ് ഇൻറ്റു 10⁻⁻9 അല്ലേ? 10⁻⁻9/5. 10⁻⁻14 ഡിവൈഡഡ് ബൈ 10⁻⁻5. -5 മുകളിൽ പോകുമ്പോൾ +5 ആകും. -14 +5 കൂടെ എടുക്കുമ്പോൾ -9 എന്ന് വരും. ദാറ്റ് ഈസ് 10⁻⁻9 ഡിവൈഡഡ് ബൈ 5 ആണ്. അങ്ങനെയാണെങ്കിൽ പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് 10⁻⁻9 ഡിവൈഡഡ് ബൈ 5 എന്നല്ലേ വരുന്നത് അല്ലേ? 10⁻⁻9 ഡിവൈഡഡ് ബൈ 5. ഇത് ലോഗ് എ ബൈ ബി എന്ന് പറയുന്ന ഫോമുലയിൽ കിടക്കുകയല്ലേ? ഇതിനെ ലോഗ് എ മൈനസ് ബി എന്നാക്കാം. ലോഗ് 10⁻⁻9 മൈനസ് ലോഗ് 5 എന്ന് വരത്തില്ലേ? ലോഗ് എ ബൈ ബി, ലോഗ് എ 10⁻⁻9 മൈനസ് ലോഗ് ബി എത്രയാണ്? 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് ലോഗ് 10⁻⁻9 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ലോഗ് 5 എന്ന് വരത്തില്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് 10⁻⁻9 -9 ലോഗ് 10 എന്ന് വരും. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. 9 ലോഗ് 10 എന്ന് വരും. ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്. സോ 9 എന്ന് വരും. 9 പ്ലസ് ലോഗ് 5 അല്ലേ? പി എച്ചിൻ്റെ വാല്യൂ 9 പ്ലസ് ലോഗ് 5 ആണ്. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? 5 മൈനസ് ലോഗ് 5, 9 പ്ലസ് ലോഗ് 5. അത് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന പി എച്ചിൻ്റെ വാല്യൂ? 9 പ്ലസ് ലോഗ് 5 ആണ്. ഓപ്ഷനിൽ കിടക്കുന്ന ആ ഒരു പാറ്റേണിൽ വേണം നമ്മുടെ ആൻസറിൽ എത്താൻ. ഇത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ലോഗ് 5ൻ്റെ വാല്യൂ ഒക്കെ ഇട്ട് നമ്മൾ ചെയ്തു പോയിട്ട് ആൻസറൊക്കെ കണ്ടെത്തി വരുമ്പോഴത്തേനും ഒരുപാട് സമയം വരും. പക്ഷേ അതിൻ്റെ ആവശ്യം നമ്മുടെ ഓപ്ഷനിലില്ല. ഓപ്ഷനിൽ ലോഗിൻ്റെ വാല്യൂ കൊടുക്കാതെയാണ് ചെയ്തേക്കുന്നത്. സോ പി എച്ച് ഇസ് ഈക്വൽ ടു 9 പ്ലസ് ലോഗ് 5 ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. 9 പ്ലസ് ലോഗ് 5 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബേസിസിറ്റി ഓഫ് H3PO3 ആൻഡ് H3PO2 ആർ. ബേസിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണൈസ് ചെയ്യാൻ പറ്റുന്ന എച്ച് പ്ലസിൻ്റെ എണ്ണം, ദാറ്റ് ഈസ് കോൾഡ് ബേസിസിറ്റി. അയണൈസ് ചെയ്യാൻ പറ്റുന്ന ഒ എച്ച് മൈനസിൻ്റെ എണ്ണമാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം H3PO3 H3PO2 ഇതിൻ്റെ ബേസിസിറ്റി എത്ര? ഇതിൽ നിന്നും അയണൈസ് ചെയ്തു പോകുന്ന ഹൈഡ്രജൻ്റെ എണ്ണം എത്രയാ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് പറയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചർ അറിയണം. നിങ്ങൾ പി ബ്ലോക്ക് എലമെൻസിൽ ഇതിൻ്റെ സ്ട്രക്ചർ ശരിക്കും പഠിക്കും. അതിൽ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. H3PO3 എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് നടുക്കിരിക്കുകയാണ്. 3 ഓക്സിജൻ ആറ്റം ഉള്ളതിൽ ഒരാൾ ഡബിൾ ബോണ്ട് ഓ ആയിട്ട് മാറുകയാണ്. ദെൻ ഇതിനകത്ത് എത്ര ഓക്സിജൻ ആറ്റവും കൂടെ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. ആ 2 ഓക്സിജൻ ആറ്റം OH ആയിട്ട് മാറുന്നു. ആ 2 ഓക്സിജൻ ആറ്റം എന്തായിട്ട് മാറുന്നു? OH ആയിട്ട് മാറുന്നു. 3ാമത്തെ ഹൈഡ്രജൻ ഇവിടെ നിൽക്കുന്നു. ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജന് മാത്രമേ അയോണൈസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവുമായിട്ടല്ല. അല്ലെങ്കിൽ ആലോചിക്കുക, ആസിഡിൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്ന ഹൈഡ്രജന് മാത്രമേ അയണൈസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ.
അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. ആ 2 ഹൈഡ്രജൻ അയോണൈസ് ചെയ്യും. ആസ് എ റിസൾട്ട് ഇതിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ആദ്യത്തെ കേസിൽ ബേസിസിറ്റി 2 ആണ്. ഓക്കെ. രണ്ടാമത്തെ കേസ് നോക്കിയേ, H3PO2 ആണ്. ആദ്യത്തെ ഓക്സിജൻ ഡബിൾ ബോണ്ടുമായിട്ട് എന്തായാലും പോണം. ബാക്കി എത്ര ഓക്സിജൻ ഉണ്ട്? ഒരു ഓക്സിജനേ ഉള്ളൂ. ആ ഒരു ഓക്സിജൻ ഒരു ഹൈഡ്രജനുമായിട്ട് ചേർന്ന് OH ആയിട്ട് മാറും. ബാക്കി 2 ഹൈഡ്രജൻ ഇതുപോലെ നിൽക്കും. ഇവിടെ അയോണൈസ് ചെയ്യാൻ പറ്റുന്ന എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരു ഹൈഡ്രജനേ ഉള്ളൂ. കാരണം ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്ത ഒറ്റ ഹൈഡ്രജനേ ഉള്ളൂ. സോ അതിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഫസ്റ്റ് കേസിൽ ബേസിസിറ്റി 2 ആണ്. സെക്കൻഡ് കേസിൽ ബേസിസിറ്റി 1 ആണ്. ആദ്യത്തെ കേസിൽ 2ഉം രണ്ടാമത്തെ കേസിൽ 1ഉം ആണ്. അത് അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാ ആൻസർ വരുന്നത്? ഫസ്റ്റ് 1 and 2, 2 and 3, 3 and 2, ലാസ്റ്റ് ഓപ്ഷൻ 2 and 1. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആദ്യത്തേതിൻ്റെ ബേസിസിറ്റി 2ഉം രണ്ടാമത്തേതിൻ്റെ ബേസിസിറ്റി 1ഉം ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് pH of solution having 2 × 10⁻³ moles of OH minus ion in 2 liter solution. Find out the pH of solution. ഒരു സൊല്യൂഷൻ്റെ pH കണ്ടുപിടിക്കുക. അതിനകത്തുള്ള മോളുകളുടെ എണ്ണം നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട് 2 × 10⁻³ ആണ്. ആ 2 × 10⁻³ ഇരിക്കുന്ന സൊല്യൂഷൻ്റെ വോളിയം തന്നിട്ടുണ്ട് 2 ലിറ്റർ ആണ്. അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ആരുടെയാണ് തന്നേക്കുന്നത്? OH മൈനസ് അയോണിൻ്റെ നമ്പർ ഓഫ് മോൾസാണ് തന്നേക്കുന്നത്. ഇതാ നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് OH മൈനസ് അയോൺ എത്രയാ? 2 × 10⁻³ ആണ്. വോളിയം, സൊല്യൂഷൻ്റെ വോളിയം എന്ന് പറയുന്നത് 2 ലിറ്റർ ആണ്. അല്ലേ? 2 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൊളാരിറ്റി ഓഫ് OH മൈനസ് അയോൺ കണ്ടുപിടിച്ചൂടെ? മൊളാരിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അയോൺ കണ്ടുപിടിച്ചൂടെ? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ 2 × 10⁻³ ഡിവൈഡഡ് ബൈ വോളിയം 2 ആണ്. 2ഉം 2ഉം ക്യാൻസലായി. സോ ഇറ്റ്സ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ 1 × 10⁻³ ആണ്. അതായത് 10⁻³ ആണ് മൊളാരിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. OHൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി 10⁻³ എന്ന്. അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് POH അല്ല, പിന്നെന്താ? PH ആണ്. അപ്പോൾ നമ്മൾ എഴുതുക KW = കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-. KWയുടെ വാല്യൂ നമുക്കറിയാം എത്രയാ? 10⁻⁻14 = കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-. OH- കോൺസെൻട്രേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. H+ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻14 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് OH- ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻14 ഡിവൈഡഡ് ബൈ OHൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? 10⁻³ ആണ്. -3 മുകളിൽ പോകുമ്പോൾ +3 ആകും. അപ്പോൾ -14ഉം +3 ആകുമ്പോൾ 10⁻11 എന്ന് വരും. ആരുടെ കോൺസെൻട്രേഷനാണ്? H+ൻ്റെ കോൺസെൻട്രേഷനാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? PH ആണ്. PH = log കോൺസെൻട്രേഷൻ ഓഫ് H+ അല്ലേ? log കോൺസെൻട്രേഷൻ ഓഫ് H+. ദാറ്റ് ഈസ് ഈക്വൽ ടു -log 10⁻11 log A⁻x. x log A ആണ്. -11 log 10 ആണ്. മൈനസ് ഓഫ് മൈനസ് എന്താവും? +11 log 10. log 10ൻ്റെ വാല്യൂ 1 ആണ്. സോ PH എത്രയാണ്? 11 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഇവിടെ PH എന്ന് മാത്രം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ശരിക്കും PH = 11 ആണ് കേട്ടോ. പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നതാണ്, അടിച്ചപ്പോൾ ഉള്ള മിസ്റ്റേക്കാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് PH = 11. ഓക്കെ. Next question. pH of tomato juice is 4.4. Then concentration of H3O will be. pH of tomato juice. Tomato juice in the pH എന്ന് പറയുന്നത് 4.4 ആണ്. That is equal to -log concentration of H+ എന്ന് പറയുന്നത് 4.4 ആണ്. അങ്ങനെയാണെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ?
pH തന്നാൽ H+ന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁻4.4 അല്ലേ? 10⁻⁻4.4 ആണ്. അപ്പോൾ 10⁻⁻4.4 എടുക്കുന്ന സമയത്ത് 3.98 ഇൻറ്റു 10⁻⁻5 എന്ന് വരും. 3.98 ഇൻറ്റു 10⁻⁻5. ദാ 39 ഇൻറ്റു 10⁻⁻4, 3.9 ഇൻറ്റു 10⁻⁻5, 3.9 ഇൻറ്റു 10⁻⁻4, 3.9 ഇൻറ്റു 10⁻5. ഇവിടെ 3.9 ഇൻറ്റു 10⁻⁻5 ആണ്. 3.9 ഇൻറ്റു 10⁻⁻5. ഇവിടെ എനിക്കൊരു കൺഫ്യൂഷൻ വന്ന് ഞാൻ നോക്കിയതാണ്. 39 ഇൻറ്റു 10⁻⁻4നെ 3.9 ഇൻറ്റു 10⁻⁻5 എന്ന് എഴുതിക്കൂടെയെന്ന്. 3.9 ആകുമ്പോൾ 10⁻⁻3 വരത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അതിലോട്ടൊന്ന് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ 3.9 ഇൻറ്റു 10⁻⁻5 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8 gram NaOH is dissolved in 1 liter solution. The molarity of solution is 8 gram NaOHനെ 1 ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ്റെ മൊളാരിറ്റി എത്രയാണ്? മൊളാരിറ്റി എത്രയാണ്? ഇതാ നോക്കിയേ, NaOHൻ്റെ വെയിറ്റ് എത്രയാ? മാസ് ഓഫ് NaOH, മാസ് ഓഫ് NaOH എത്ര ഗ്രാം ആണ്? 8 ഗ്രാം ആണ്. വോളിയം എത്രയാണ്? എത്ര ലിറ്ററിലാണ്? 1 ലിറ്ററിലാണ്. സോ വോളിയം ഈസ് ഈക്വൽ ടു 1 ലിറ്റർ ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മൊളാരിറ്റി. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ദറ്റ് ഈസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ ആണ്. മൊളാരിറ്റി കണ്ടുപിടിക്കണം. ഗിവൺ മാസ് തന്നിട്ടുണ്ട് 8 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് NaOH. NaOHൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് 23 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. അപ്പോൾ NaOHൻ്റെ മോളിക്കുലാർ മാസ് 40 എന്ന് വരും. NaOHൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 40 ആണ്. അപ്പോൾ ഗിവൺ മാസ് 8 ഗ്രാം, മോളിക്കുലാർ മാസ് 40 ഗ്രാം. അടുത്ത വോളിയം ഇൻ ലിറ്റർ എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. അപ്പോൾ 8 40 കൂടെ വെട്ടുമ്പം 1/5 എന്ന് വരും. 1/5 എന്ന് പറയുന്നത് എത്ര മോളാറാണ്? 0.2 മോളാറാണ്. അപ്പോൾ തന്നിരിക്കുന്ന NaOH സൊല്യൂഷൻ്റെ മൊളാരിറ്റി എത്രയാണ്? 0.2 മോളാർ. ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ 0.2 മോളാർ എന്നാണ്. ക്ലിയർ ആയോ? ഇങ്ങനെ മൊളാരിറ്റിയും മൊളാലിറ്റിയും നോർമാലിറ്റിയും ഒക്കെ കണക്ട് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുവെത്തുക. H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണു അടച്ചുകൊണ്ട് pH കണ്ടുപിടിക്കാം. എങ്ങനെയാ? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The amount of acetic acid present in 100 ml of 0.1 molar solution. 100 milliliter 0.1 മോളാർ അസറ്റിക് ആസിഡ് സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അസറ്റിക് ആസിഡിൻ്റെ മാസ് എത്ര ഭാരമാണ് അതിനകത്തുള്ളത്? എന്താ നോക്കിയേ, മൊളാരിറ്റിയുടെ ഇക്വേഷൻ. മൊളാരിറ്റിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. മൊളാരിറ്റിയുടെ ഇക്വേഷൻ അങ്ങ് എഴുതുക. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റർ ആണ്. മൊളാരിറ്റി തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, മാസ് കണ്ടുപിടിക്കണം. മോളിക്കുലാർ മാസ് എവിടെ നിന്ന് കിട്ടും? മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ സാധനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏതാ? അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡിൻ്റെ ഫോർമുല എന്താ? CH3COOH ആണ്. അസറ്റിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പം എത്ര കാർബണാ? 2 കാർബണാ. ഒരു കാർബണിൻ്റെ അറ്റോമിക് മാസ് 12. 12 ഉള്ള 2 കാർബൺ ആകുമ്പോൾ 24 പ്ലസ് 3 1 4 ഹൈഡ്രജൻ ആറ്റം 4 പ്ലസ് 2 ഓക്സിജൻ ആറ്റം 16 വെച്ചുള്ള 2 ഓക്സിജൻ ആറ്റം 16 ഗുണം 2 32. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 4 8 2 10 0 3 2 5 1 6. അസറ്റിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് എത്രയെന്ന് വന്നു? 60 എന്ന് വന്നു. 24 4 28 2 30 30 60. മോളിക്കുലാർ മാസ് ഓഫ് അസറ്റിക് ആസിഡ് എത്രയാ? 60 ആണ്. അങ്ങനെയാണെങ്കിൽ മൊളാരിറ്റി 0.1 ഈസ് ഈക്വൽ ടു വെയിറ്റ് കണ്ടുപിടിക്കണം ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് 60 ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റർ എത്രയാ? 100 ആണ്. 2 0 ക്യാൻസൽ.
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. W ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ മുകളിലത്തെ 10. 0.1 ഇൻറ്റു 60 എത്രയാ? 6 ആണ്. അപ്പോൾ 60 ഇൻറ്റു 0.1 ദാറ്റ് ഈസ് 6 ഡിവൈഡഡ് ബൈ 10. 6 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് 0.6 ആണ്. അതായത് നമ്മുടെ ഈ സൊല്യൂഷനിനകത്ത് NaOH എത്ര ഗ്രാം ഉണ്ട്? 0.6 ഗ്രാമേ ഉള്ളൂ. ഓക്കെ. ഓപ്ഷൻ 0.30 ഗ്രാം, 3 ഗ്രാം, 0.60 ഗ്രാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന സൊല്യൂഷനകത്തുള്ള അസറ്റിക് ആസിഡിൻ്റെ മാസ് എന്ന് പറയുന്നത് 0.6 ഗ്രാം ആണ്. ക്ലിയർ ആയോ? നല്ലപോലെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of milli-equivalents of acid in 100 ml of 0.5 normal HCl solution is. The number of milli-equivalents of acid in 100 milliliter of 0.5 normal HCl solution is. നമ്മുടെ HCl സൊല്യൂഷൻ്റെ നോർമാലിറ്റി തന്നിട്ടുണ്ട്. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു 0.5 നോർമൽ ആണ്. ആ സൊല്യൂഷൻ്റെ വോളിയവും തന്നിട്ടുണ്ട് 100 ml ആണ്. എന്താ കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് മില്ലി ഈക്വലൻസ്. നമ്പർ ഓഫ് മില്ലി ഈക്വലൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻസ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മില്ലി ഈക്വലൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് മില്ലി ഈക്വലൻസ് കണ്ടുപിടിക്കണം. അത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഏത് ആസിഡാ? ദ നമ്പർ ഓഫ് മില്ലി ഈക്വലൻസ് ഓഫ് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നോർമാലിറ്റിയുടെ ഇക്വേഷൻ എഴുതുക. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് gram equivalent of solute, number of gram equivalent of solute present in volume of solution, number of gram equivalent of solute into 1000 divided by volume in solution 100 milliliter. Okay, normality 0.5 ആണ്. That is equal to number of gram equivalent into 1000 divided by 100. 2 ക്യാൻസൽ ആയി ഇൻറ്റു 10 എന്ന് വരും. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ നമ്പർ ഓഫ് മില്ലിഗ്രാം ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 0.5 ഡിവൈഡഡ് ബൈ 10 ആണ്. ആസ് എ റിസൾട്ട് ഇത് എന്തായിട്ട് മാറും? 0.05 ആയിട്ട് മാറും. നമ്മുടെ അടുത്ത് നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് എന്താ കിട്ടേണ്ടത്? നമ്പർ ഓഫ് മില്ലിഗ്രാം ഇക്വലൻ്റ്. അപ്പോൾ തന്നിരിക്കുന്ന ഗ്രാമിനെ മില്ലിഗ്രാമിലോട്ട് മാറ്റുക. ഗ്രാമിനെ മില്ലിഗ്രാമിലോട്ട് മാറ്റാനായിട്ട് ഒരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥാനം ഇങ്ങോട്ടേക്ക് വന്നു, അടുത്തത് ഇങ്ങോട്ടേക്ക് വന്നു, ഇനി ഒരു 0 കൂടെ കൊടുക്കണ്ടേ? ആസ് എ റിസൾട്ട് നമ്മുടെ ആൻസർ എത്രയായിട്ട് മാറി? 50 ആയിട്ട് മാറി. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 50 ആണ്. നമ്പർ ഓഫ് മില്ലിഗ്രാം ഇക്വലൻ്റ് എന്ന് പറയുന്നത് 50 ആണ്. ഓപ്ഷൻ 1 ആണ്. ഫസ്റ്റ് ആൻസർ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the molar concentration of PbI2 is 1.5 into 10 raised to minus 3 mole liter inverse, the concentration of iodide ion in gram ion per liter is. Gram ion per liter is. അതായത് ഗ്രാമിലാണ് തന്നേക്കുന്നത് അല്ലേ? If the molar concentration of PbI2, അതായത് PbI2-ൻ്റെ molar concentration 1.5 into 10 raised to minus 3 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് അയഡൈഡ് അയോൺ. അയഡൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. ഇതാ നോക്കിയേ, PbI2 സ്പ്ലിറ്റ് ചെയ്താൽ Pb2 പ്ലസും 2i മൈനസും ആയിട്ടല്ലേ മാറുന്നേ? അല്ലേ? Pb2 പ്ലസും 2i മൈനസും ആയിട്ടാണ് മാറുന്നത്. 1.5 into 10 raised to minus 3 ആണ് PbI2-ൻ്റെ കോൺസെൻട്രേഷൻ. ഇനിഷ്യലി Pb2 പ്ലസ് ഇല്ല, ഇവിടെ i മൈനസും ഇല്ല അല്ലേ? ഇവിടെ PbI2 1.5 into 10 raised to minus 3 റിയാക്ട് ചെയ്താൽ അതിൻ്റെ ഇരട്ടി അല്ലേ? അതായത് ഒരു PbI2 എടുത്താൽ ഇരട്ടി i മൈനസ് അല്ലേ കിട്ടുന്നത് അല്ലേ? ഉദാഹരണത്തിന് നമ്മുടെ കോൺസെൻട്രേഷൻ PbI2 1.5 into 10 raised to minus 3 ആണെന്ന് വിചാരിക്കാം. അത് റിയാക്ട് ചെയ്തു. റിയാക്ട് ചെയ്താൽ ഇരട്ടി i മൈനസ് കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ അയഡൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1.5 ഇൻറ്റു 10 raised to minus 3 ഇൻറ്റു 2 അല്ലേ? 1.5 ഇൻറ്റു 2 3 ആണ് അല്ലേ?
3 ഇൻറ്റു 10⁻³ എന്ന് വരും. അപ്പോൾ അയോഡൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ 3 ഇൻറ്റു 10⁻³ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. 3 ഇൻറ്റു 10⁻³ ആണ് അയോഡൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ. ഇങ്ങനെ സ്റ്റോഷിയോമെട്രി വെച്ച് വേണം ചെയ്യാൻ. അതായത് PbI2 ഇത്രയുണ്ട്. PbI2 എത്ര റിയാക്ട് ചെയ്യുന്നോ അതിൻ്റെ ഇരട്ടി അയോഡൈഡ് അയോൺ ഉണ്ടാകണം ഇക്വേഷൻ അനുസരിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ 1.5 ഇൻറ്റു 10⁻³ PbI2 റിയാക്ട് ചെയ്താൽ എത്ര അയോഡൈഡ് അയോൺ കോൺസെൻട്രേഷൻ ഉണ്ടാവും? അത് ഇത്ര റിയാക്ട് ചെയ്താൽ അതിൻ്റെ ഇരട്ടി ഉണ്ടാകും. ഇരട്ടി എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ദാറ്റ് വാല്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁻³ ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഡർ ഓഫ് ഡിസോസിയേഷൻ ഓഫ് 0.1 നോർമൽ അസറ്റിക് ആസിഡ് ഈസ്. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആസിഡാണ്. ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ Ka ആണ് തന്നിരിക്കുന്നത്. 1 ഇൻറ്റു 10⁻⁻5 ആണ് കെയുടെ വാല്യൂ. ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെയുടെ വാല്യൂ 1 ഇൻറ്റു 10⁻⁻5 ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഓർഡർ ഓഫ് ഡിസോസിയേഷൻ. ഓർഡർ ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്നത് നോർമാലിറ്റി ആണ്. ഇതൊരു സ്ട്രോങ് ആസിഡ് ആയിരുന്നെങ്കിൽ നമുക്ക് നോർമാലിറ്റിയെ മൊളാരിറ്റിയിലോട്ട് മാറ്റിയേ പറ്റത്തുള്ളായിരുന്നു. ഇവിടെ നോർമാലിറ്റി മൊളാരിറ്റിയിലോട്ട് മാറ്റണമെന്നില്ല. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ആണ്. നോർമാലിറ്റി കോൺസെൻട്രേഷൻ ആണ്. അതല്ല, നിങ്ങൾക്ക് ഇതിനെ കറക്റ്റായിട്ട് മൊളാരിറ്റിയിലോട്ട് മാറ്റണമെങ്കിൽ തന്നെ മൊളാരിറ്റി എന്ന് പറയുന്നത് നോർമാലിറ്റി ഡിവൈഡഡ് ബൈ ബാലൻസ് ഫാക്ടർ ആണ്. നോർമാലിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 0.1 എന്ന്. വാലൻസി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും അയണൈസ് ചെയ്യുന്ന H+ൻ്റെ എണ്ണം. CH3COOH നിന്നും ഒരു H+ അല്ലേ പോകത്തുള്ളൂ. സോ മൊളാരിറ്റി നോർമാലിറ്റി ഇവിടെ സെയിം ആണ്. മൊളാരിറ്റി തന്നിട്ടുണ്ട്, Ka കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, Ka തന്നിട്ടുണ്ട്. നമുക്കറിയാം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ, അതായത് H+ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C ആൽഫയാണെന്നൊക്കെ നമുക്കറിയാം. ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു √Ka/C അല്ലേ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു √Ka/C ആണ്. നമ്മൾ ഒരുപാട് തവണ ഇത് ഡിറൈവ് ചെയ്ത് വന്നതാ. ദാറ്റ് ഈസ് ഈക്വൽ ടു √Ka. കെയുടെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 1 ഇൻറ്റു 10⁻⁻5 ആണ്. ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ 0.1 ആണ്. 0.1നെ നമുക്ക് എങ്ങനെ എഴുതാം? 10⁻⁻1 എന്ന് എഴുതാം. 10⁻⁻1 മുകളിൽ പോകുമ്പോൾ 10⁻+1 ആവും. Therefore √10⁻⁻4 എന്ന് വരത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻4 the whole raised to 1/2 എന്ന് വരത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻2 എന്ന് വരും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ഓർഡർ ഓഫ് ഡിസോസിയേഷൻ ദാറ്റ് ഈസ് 10⁻⁻2 ആണ്. 10⁻⁻5 ഉണ്ട്, 10⁻⁻4 ഉണ്ട്, 10⁻⁻3 ഉണ്ട്, then 10⁻⁻2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ monobasic weak acid solution has molarity 0.005 and pH of 5. What is the percentage ionization in this solution? അതായത് ഒരു ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ C തന്നിട്ടുണ്ട് 0.005 മോളാർ. pH തന്നിട്ടുണ്ട് 5 ആണ്. നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ എന്ന് പറയുന്നത് √Ka/C ആണ്. √Ka/C ആണ് ആൽഫ എന്ന് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്നും H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. pH 5 ആണെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁻5 അല്ലേ? 10⁻⁻5. ഇതൊരു മോണോബേസിക് വീക്ക് ആസിഡാ. ഒരു H+ അല്ലേ ഉണ്ടാകുന്നുള്ളൂ. നമ്മൾ ഈ H+ൻ്റെ കോൺസെൻട്രേഷനെ C ആൽഫ എന്നല്ലേ എടുക്കുന്നത്? H+ൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ C ആൽഫ എന്നാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ അതാ നോക്കിയോ ഒന്നുകൂടെ. C ആൽഫ എന്ന് പറയുന്നത് 10⁻⁻5 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് 10⁻⁻5 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ C അല്ലേ? സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 0.005 എന്ന് തന്നിട്ടുണ്ടല്ലോ. As a result, degree of dissociation alpha is equal to 10⁻⁻5 divided by concentration 0.005. That is 5 into 10⁻⁻3 എന്ന് എഴുതിക്കൂടെ? That is equal to 10⁻⁻5 ഉം 10⁻⁻3 ഉം. -3 മുകളിൽ പോകുമ്പോൾ +3 ആകും. As a result 10⁻2 എന്ന് വരും.
1/5 എന്ന് പറയുന്നത് 0.2 ആണ്. അപ്പോൾ 0.2 ഇൻറ്റു 10⁻⁻² എന്ന് വരും അല്ലേ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ വാല്യൂ 0.2 ഇൻറ്റു 10⁻². ദാറ്റ് ഈസ് ഈക്വൽ ടു 0.002 അല്ലേ? അല്ലേ? നമ്മുടെ ഇത് ചോദിച്ചേക്കുന്ന പെർസെൻറ്റേജ് അല്ലേ? പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയിട്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എത്ര പെർസെൻറ്റേജ് എന്ന് വരും? 0.2% എന്ന് വരും അല്ലേ? 0.2% എന്ന് വരും. ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ചെയ്തതെന്ന്? ആദ്യം കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, pH തന്നിട്ടുണ്ട്. pH വെച്ചിട്ട് H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു 10⁻⁻5 എന്ന്. നമുക്കറിയാം മോണോബേസിക് ആസിഡ് ആണെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ C ആൽഫയാണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് H+ൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ C. H+ൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? 10⁻⁵ ഡിവൈഡഡ് ബൈ C എന്ന് പറയുന്നത് 5 ഇൻറ്റു 10⁻³ ആണ്. -3 മുകളിൽ പോകുമ്പോൾ +3 ആവും. അപ്പോൾ -5ഉം +3ഉം കൂടെ ആകുമ്പോൾ -2 ആയിട്ട് മാറും. അപ്പോൾ 1/5 ഇൻറ്റു 10⁻² ആണ്. 1/5ൻ്റെ വാല്യൂ 0.2 ആണ്. 0.2 ഇൻറ്റു 10⁻². പെർസെൻറ്റേജ് ആക്കാൻ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഒരു 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആസ് എ റിസൾട്ട് നമ്മുടെ വാല്യൂ എന്തായിട്ട് വന്നു? 0.2 ആയിട്ട് വന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ബിക്കോസ് ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾക്ക് ആപ്ലിക്കബിൾ അല്ല. എന്താണ് കാരണം? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ കംപ്ലീറ്റ്ലി അയണൈസ്ഡ്. നമ്മൾ ആദ്യമേ ഈ ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോ തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞു ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾക്ക് ആപ്ലിക്കബിൾ അല്ല, വീക്ക് ഇലക്ട്രോലൈറ്റുകൾക്ക് മാത്രമേ ആപ്ലിക്കേഷൻ വരുന്നുള്ളൂ. കാരണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് അയണൈസേഷന് വിധേയമാകും അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ആ ഫ്രാക്ഷൻ അവിടെ ഇല്ല. ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോയ്ക്ക് അവിടെ ആപ്ലിക്കേഷൻ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ കേസിൽ ഡയലൂഷൻ ലോ ആപ്ലിക്കബിൾ അല്ലാത്തത്? അത് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ കംപ്ലീറ്റ്ലി അയണൈസ്ഡ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്നു. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ വോളറ്റൈൽ. വോളറ്റൈൽ ആയതുകൊണ്ടാണോ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ അൺസ്റ്റേബിൾ. അൺസ്റ്റേബിൾ ആയതുകൊണ്ടാണോ? അതുമല്ല. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഓഫൺ കണ്ടെയ്ൻസ് മെറ്റൽ അയോൺ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ മെറ്റൽ അയോൺ തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. HCl-നകത്ത് എത്ര മെറ്റൽ അയോൺ ഉണ്ട്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അല്ലേ? അപ്പോൾ ഈ ആദ്യത്തെ 3 ആൻസറും തെറ്റാണ്. അല്ല സോറി, ലാസ്റ്റ് 3 ആൻസർ തെറ്റാണ്. കറക്റ്റായിട്ടുള്ള ഒറ്റ ആൻസറേ ഉള്ളത് ഫസ്റ്റ് ആണ്. അടുത്ത് നോക്കിയേ. ദ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് എ കോമ്പൗണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ. നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിച്ചു. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു നേച്ചർ ഓഫ് സൊല്യൂട്ട് ഉണ്ട്, നേച്ചർ ഓഫ് സോൾവൻ്റ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, കോമൺ അയോൺ ഇഫക്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതിനകത്ത് ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് എ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ടിൻ്റെ അയണൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാണ്? ഫസ്റ്റ്, സൈസ് ഓഫ് ദ സൊല്യൂട്ട് മോളിക്യൂൾ ഉണ്ടോ? ഇല്ല, സൈസിൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. നേച്ചർ ഓഫ് ദ സൊല്യൂട്ട് മോളിക്യൂൾ ഉണ്ടല്ലേ? സൊല്യൂട്ട് മോളിക്യൂളിൻ്റെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ, ഇലക്ട്രോലൈറ്റ് സ്ട്രോങ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ 1 ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ <1 ആണ്. അപ്പം നേച്ചർ ഓഫ് ദ സൊല്യൂട്ട് മോളിക്യൂൾ, സൊല്യൂട്ട് മോളിക്യൂളിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ആൻസർ ആണ്. ഇനി ബാക്കിയും കൂടെ നോക്കാം. നേച്ചർ ഓഫ് ദ കണ്ടെയ്നർ, ഏത് പാത്രത്തിൽ എടുക്കുന്നു എന്നുള്ളതിന് യാതൊരു തരത്തിലും അത് എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദ എമൗണ്ട് ഓഫ് കറണ്ട് പാസ്ഡ്, അതിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് നേച്ചർ ഓഫ് സൊല്യൂട്ട്, അടുത്തത് നേച്ചർ ഓഫ് സോൾവെന്റ്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് സോൾവെന്റ് കൂടിയാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. ദെൻ ടെമ്പറേച്ചർ. പ്രധാനമായിട്ടും ഈ 3 ഫാക്ടേഴ്സാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദ സൊല്യൂട്ട് മോളിക്യൂൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് Ka ഫോർ 10⁻² മോളാർ HCN ആസിഡ് ഹാവിംഗ് POH ഈസ് 10. ഒരു ആസിഡ് തന്നിട്ടുണ്ട്, HCN ആണ്. ഇതിൻ്റെ Ka ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിൻ്റെ POHൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, POH വാല്യൂ തന്നിട്ടുണ്ട് 10 ആണ്. എന്തോ കണ്ടുപിടിക്കണ്ടേ? Ka കണ്ടുപിടിക്കണം അല്ലേ? Ka എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ആണ്.
ഇവിടെ HCnൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അതായത് 10 മോളാർ HCnൻ്റെ കോൺസെൻട്രേഷൻ, HCn ഡിസോസിയേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? H പ്ലസും OH മൈനസും ആയിട്ട് മാറും. H പ്ലസും OH മൈനസും ആയിട്ട് മാറും. HCnൻ്റെ കോൺസെൻട്രേഷൻ 10⁻²ആണ്. ഇവിടെ H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ C ആൽഫയാണ്. OH മൈനസിൻ്റെ കോൺസെൻട്രേഷനും C ആൽഫ തന്നെയാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? Ka ആണ്. അപ്പം Ka നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു √Ka/C എന്നറിയാം അല്ലേ? ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ നിന്നും ഇത് കണ്ടുപിടിക്കണം. എന്താ? ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആൽഫയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ C ആൽഫ സ്ക്വയർ അല്ലേ Kaയുടെ വാല്യൂ? C ആൽഫ സ്ക്വയർ. അപ്പം നമുക്ക് നോക്കാം. ഈ C ആൽഫ എന്ന് പറയുന്നത് ആരുടെ കോൺസെൻട്രേഷനാണ്? OHൻ്റെ. POH 10 ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് OH എന്ന് പറയുന്നത് 10⁻⁻10 അല്ലേ? അല്ലേ? OHൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁻10 ആണ്. അങ്ങനെയാണെങ്കിൽ C ആൽഫ എന്ന് പറയുന്നത് 10⁻⁻10 അല്ലേ? C ആൽഫ എന്ന് പറയുന്നത് 10⁻⁻10 ആണ്. നമുക്കറിയാം Ka is equal to C ആൽഫ സ്ക്വയർ. Ka is equal to C ആൽഫ സ്ക്വയർ. ഇപ്പോൾ C ആൽഫയുടെ വാല്യൂ ആണ് 10⁻⁻10 എന്ന് വന്നത്. ആൽഫ എന്ന് പറയുന്നത് 10⁻⁻10 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ 10⁻⁻2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻8 അല്ലേ കോൺസെൻട്രേഷൻ? C ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് 10⁻�8 ആണ്. നമുക്ക് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Kaയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ Ka is equal to കോൺസെൻട്രേഷൻ എത്രയാ? 10⁻⁻2 ഇൻറ്റു ആൽഫയുടെ സ്ക്വയർ. ആൽഫയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻⁻8ൻ്റെ സ്ക്വയർ എന്ന് വരും. 10⁻⁻8ൻ്റെ സ്ക്വയർ. A⁻m ദ ഹോൾ റേസ് ടു n. A⁻mn ആണ്. 10⁻⁻2 ഇൻറ്റു 10⁻⁻16 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻18 എന്ന് വരും. അപ്പോൾ Kaയുടെ വാല്യൂ 10⁻⁻18 ആണ്. ഓപ്ഷനിലുണ്ടോ? Ka is equal to 10⁻⁻4, Ka is equal to 10⁻⁻2, Ka is equal to 10⁻⁻5. നൺ ഓഫ് ദം. 10⁻⁻18 അല്ലേ വരേണ്ടത്? അപ്പോൾ ഈ പറഞ്ഞതൊന്നും അല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഒക്കർ if a 1 molar solution of a weak acid is diluted to 0.01 molar at a constant temperature? Which of the following will occur if 1 molar solution, നമ്മുടെ കയ്യിലിരിക്കുന്ന സൊല്യൂഷൻ 1 മോളാർ ആണ്, അത് വീക്ക് ആസിഡ് ആണ്. ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കുന്നു, ഡയലൂട്ട് ചെയ്യുന്നു. നമുക്കറിയാം ഡയലൂഷൻ്റെ ഫലമായിട്ട് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമ്പർ ഓഫ് അയോൺസ് കൂടും, ഡിസോസിയേഷൻ കൂടും. ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നടക്കുന്നത്? പെർസെൻറ്റേജ് അയോണൈസേഷൻ വിൽ ഇൻക്രീസസ് അല്ലേ? ഇൻക്രീസ് ചെയ്യുന്ന അയോണുകളുടെ എണ്ണം എന്ത് ചെയ്യുക? കൂടുകയാണ്. H പ്ലസ് അയോൺ വിൽ ഡിക്രീസസ്. H പ്ലസിൻ്റെ അയോൺ കുറയുവാണോ? ഒരിക്കലും അല്ല. ഡയലൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക. Ka വിൽ ഇൻക്രീസ്. Ka കൂടിക്കൊണ്ടിരിക്കും. Ka കൂടുക എന്ന് പറഞ്ഞാൽ Ka is equal to എന്താ? H3യുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ മാത്രമേ അല്ലേ? Ka is equal to എന്തായിരുന്നു? ആസിഡ് ഡിസോസിയേഷൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. അപ്പം ഇതും അല്ല. pH വിൽ ഡിക്രീസസ് ബൈ 2 യൂണിറ്റ്. അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ തീർച്ചയായിട്ടും pHൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? ഡിക്രീസസ് ബൈ 2 യൂണിറ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താ? പെർസെൻറ്റേജ് അയോണൈസേഷൻ വിൽ ഇൻക്രീസസ്. ഇൻക്രീസ് ചെയ്യുകയാണ്, അയോണൈസേഷൻ്റെ പെർസെൻറ്റേജ് കൂടുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ pH ഓഫ് 0.15 മോളാർ സൊല്യൂഷൻ ഓഫ് HOCl. അതായത് HOCl സൊല്യൂഷനാണ്. ഇവിടെ നിന്നും ഒരു H+നെയാണ് കിട്ടുന്നത്. ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 0.15 മോളാർ ആണ്. ഇവിടെ C ആൽഫയാണ് കോൺസെൻട്രേഷൻ. Kയുടെ വാല്യൂ തന്നിട്ടുണ്ട് 9.6 ഇൻറ്റു 10⁻⁻6 ആണ്. എന്ത് കണ്ടുപിടിക്കണം? pH കണ്ടുപിടിക്കണം. pH കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടണം. കോൺസെൻട്രേഷൻ ഓഫ് H+ ഈസ് ഈക്വൽ ടു C ആൽഫ. ആൽഫയുടെ വാല്യൂ തന്നാൽ കോൺസെൻട്രേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൽഫ ഈസ് ഈക്വൽ ടു √Ka/C ദാറ്റ് ഈസ് ഈക്വൽ ടു √Ka 9.6 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ 0.15 മോളാർ ദാറ്റ് ഈസ് 15 ഇൻറ്റു
10⁻² എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 96 ഇൻറ്റു 10⁻⁻7, അതായത് 9.69 96 ആകുമ്പോൾ 10⁻⁻6 10⁻⁻7 ആവും. ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 10⁻². ദാറ്റ് ഈസ് ഈക്വൽ ടു 96 ഡിവൈഡഡ് ബൈ 15. 15 6 90 അല്ലേ? 90 60 15 ഗുണം 4 60. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 6.4 ഇൻറ്റു 10⁻⁻5 എന്ന് വരും. ഈ -2 മുകളിൽ പോകുമ്പോൾ +2 ആകും. -7 +2 -5 ആണ്. ഇതിനെ നമുക്ക് എഴുതാം ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 64 ഇൻറ്റു 10⁻⁻6 എന്ന് എഴുതിക്കൂടെ? റൂട്ട് 64 8 8 ഇൻറ്റു 10⁻⁻6ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 10⁻⁻3 ആണ്. ആൽഫയുടെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത് സി ആൽഫയാണ്. സി എത്രയാ? 0.15 15 ഇൻറ്റു 10⁻² ഇൻറ്റു ആൽഫ 8 ഇൻറ്റു 10⁻3. ഓക്കെ, 15 ഗുണം 8 8 5 40 4 1 8 8 4 12. അപ്പം 120 ഇൻറ്റു 10⁻⁻5 എന്ന് വരത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 10⁻⁻4 എന്ന് എഴുതിക്കൂടെ ഇതിനെ? അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി 12 ഇൻറ്റു 10⁻⁻4 എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ pH ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് H+ൻ്റെ കോൺസെൻട്രേഷൻ 12 ഇൻറ്റു 10⁻⁻4 ആണ്. 12 ഇൻറ്റു 10⁻⁻4 ആണ്. നമുക്ക് മൈനസ് ഓഫ് ലോഗ് 12 മൈനസ് 4 ലോഗ് 10 എന്ന് എഴുതാം. ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്. സോ -4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് 4 ഇൻറ്റു 3 -4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് 4 പ്ലസ് ലോഗ് 3 -4 എന്ന് വരും. ലോഗ് 4 മൈനസ് ലോഗ് 3 മൈനസ് ലോഗ് 4 പ്ലസ് ലോഗ് 3 -4 എന്ന് വരും. ഈ മൈനസ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മൈനസ് ലോഗ് 4 മൈനസ് ലോഗ് 3 +4 എന്ന് വരത്തില്ലേ? മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. ലോഗ് 4ൻ്റെ വാല്യൂ 0.6021. ലോഗ് 3യുടെ വാല്യൂ 0.4771 +4 ആണ്. ദാറ്റ് ഈസ് 0.6020 പ്ലസ് 0.4771 1.0791 എന്ന് വന്നു. ഈ 4ന്ന് 1.0791 മൈനസ് ചെയ്യുക. 9 1 പോയാൽ 10 1 പോയാൽ 9 9 9 പോയാൽ 0 9 7 പോയാൽ 2 9 3.92 എന്ന് വരും അല്ലേ? pHൻ്റെ വാല്യൂ എത്ര വന്നു? 3.92 ആണ്. ഇവിടെ തെറ്റിപ്പോയി. 4 1 പോയപ്പോൾ 3 ആണ്. 4 ഇങ്ങോട്ടേക്ക് കടം എടുത്തു, പിന്നെ 3 ഉള്ളൂ. 3 1 പോയാൽ 2 ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2.92 ആണ്. സോ നമ്മുടെ ആൻസർ 2.92 ആണ്. ഓപ്ഷനിൽ അതുപോലെ നമ്മുടെ ആൻസർ കിടക്കുകയാണ്. ആൻസർ ഈസ് 2.92. ഓക്കെ, അടുത്ത ദ എക്സ്റ്റെൻറ്റ് ഓഫ് അയണൈസേഷൻ ഇൻക്രീസസ്. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ അയണൈസേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? വിത്ത് ദ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ, ഓൺ ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ, ഓൺ അഡീഷൻ ഓഫ് എക്സസ് വാട്ടർ ടു ദ സൊല്യൂഷൻ. എക്സസ് വാട്ടർ ടു ദ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഡൈല്യൂട്ട് ചെയ്യുമല്ലേ? ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്തല്ലേ ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. സോ നമ്മുടെ ആൻസർ ഓൺ അഡീഷൻ ഓഫ് എക്സസ് ഓഫ് വാട്ടർ ടു ദ സൊല്യൂഷൻ. ദാറ്റ് മീൻസ് ഡൈല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് Ka of HCN is 4 into 10⁻⁻10, then the pH of 2.5 into 10⁻⁻1 molar HCN is. അതായത് HCNൻ്റെ Ka തന്നിട്ടുണ്ട് 4 into 10⁻⁻10 ആണ്. pH കണ്ടുപിടിക്കണം. ആരുടെയാ?
കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 2.5 ഇൻറ്റു 10⁻⁻1 മോളാർ സൊല്യൂഷനുള്ള സൊല്യൂഷൻ്റെ പി എച്ച് കണ്ടുപിടിക്കണം. ആദ്യം എന്ത് ചെയ്യണം? നമുക്കറിയാം HCN ആണ്, ഒരു H+ ഉള്ളൂ. H+ൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും C ആൽഫയാണ്. C നമ്മുടെ കയ്യിലുണ്ട്, ആൽഫ വേണം. ആൽഫ എന്ന് പറയുന്നത് √KA/C ആണ്. KA നമുക്ക് തന്നിട്ടുണ്ട്, C നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് √KA 4 ഇൻറ്റു 10⁻10 ഡിവൈഡഡ് ബൈ C 2.5 ഇൻറ്റു 10⁻1 ആണ്. √40 ഇൻറ്റു 10⁻11 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 10⁻2 എന്ന് എഴുതിക്കൂടെ ഇതിനെ? അതായത് ഇവിടെ 4 അങ്ങ് 40 ആക്കി, അപ്പോൾ 10⁻11 ആയി. 2.5 അങ്ങ് 25 ആയേക്കും, അപ്പോൾ 10⁻2 ആയിട്ട് മാറി. 40 ഡിവൈഡഡ് ബൈ 25, 5 വെച്ച് വെട്ടുന്ന സമയത്ത് 8 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. 8 ഡിവൈഡഡ് ബൈ 5 1 5 5, 8 5 പോയാൽ 3 30, 1.6 എന്ന് വരും. അപ്പോൾ 1.6 ഇൻറ്റു 10⁻2 മുകളിൽ പോകുമ്പോൾ 10⁻+2 ആവും. അപ്പോൾ -11ഉം +2ഉം കൂടെ ആകുമ്പോഴത്തേനും 10⁻9 എന്ന് വരും. ഈ 1.6നെ 16 ഇൻറ്റു 10⁻10 എന്ന് എഴുതി കൂടെ? √16 4 ആണ് ഇൻറ്റു 10⁻5 എന്ന് വരത്തില്ലേ? 10⁻10ൻ്റെ റൂട്ട് 10⁻5. അപ്പോൾ ആൽഫയുടെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ കണ്ടുപിടിക്കാം C ആൽഫ ഉപയോഗിച്ച്. C എത്രയാ? 2.5 ഇൻറ്റു 10⁻1 ഇൻറ്റു 4 ഇൻറ്റു 10⁻5. 25 ഗുണം 4 100 ആണ്. 2.5 ഇൻറ്റു 4 10 ആണ്. 10 ഇൻറ്റു 10⁻6 എന്ന് കിട്ടി. 10 ഇൻറ്റു 10⁻6 ആണ്. pH is equal to മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+. കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 10⁻6. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് log 10 plus log 10⁻6. That is minus 6 log 10. 6 log 10ൻ്റെ വാല്യൂ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു log 10ൻ്റെ വാല്യൂ 1 ആണ്. മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ -1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. ആസ് എ റിസൾട്ട് വാല്യൂ എത്ര വന്നു? pHൻ്റെ വാല്യൂ എത്ര എന്ന് വന്നു? 5 എന്ന് വന്നു. ഉണ്ടോ അങ്ങനെ ഓപ്ഷൻ? യെസ്. നമ്മുടെ ആൻസർ നാലാമത്തെ ആൻസറാണ്, നാലാമത്തെ ഓപ്ഷനാണ്. pHൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. ഓക്കെ. Next question. The molarity of nitrous acid at which its pH become 2. pH 2 ആകുമ്പോൾ നൈട്രസ് ആസിഡിൻ്റെ മൊളാരിറ്റി എത്രയാണ്? മൊളാരിറ്റിയിൽ കോൺസെൻട്രേഷൻ എത്രയാണ്? കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. നൈട്രസ് ആസിഡ് എന്ന് പറയുമ്പോൾ HNO2 ആണ്. HNO2 H+ഉം NO2 മൈനസും ആയിട്ടാണ് മാറുന്നത്. ഇവിടെ H+ൻ്റെ കോൺസെൻട്രേഷൻ C ആൽഫയാണ്. മൊളാരിറ്റി ഓഫ് നൈട്രസ് ആസിഡ് അറ്റ് വിച്ച് ഇറ്റ്സ് pH 2 ആയിരിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ എത്രയാണ്? pH എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. pH എത്രയായിരിക്കണമെന്ന് പറഞ്ഞാൽ 2 ആയിരിക്കണം. ആ സമയത്ത് നൈട്രസ് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. മൊളാരിറ്റി ഓഫ് നൈട്രസ് ആസിഡ് ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ C കണ്ടുപിടിക്കണം അല്ലേ? pH 2 ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത് 10⁻2 അല്ലേ? pH 2 ആണെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ 10⁻2 ആണ്. അങ്ങനെയാണെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ 10⁻2 എന്ന് പറയുന്നത് C ആൽഫയല്ലേ? അല്ലേ? ആൽഫ ഈസ് ഈക്വൽ ടു √KA/C ആണ് അല്ലേ? അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു √KA/C ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആൽഫയ്ക്ക് പകരം ഈ വാല്യൂ കൊടുക്കാം. therefore 10⁻2 ഈസ് ഈക്വൽ ടു C ഇൻറ്റു √KA/C എന്ന് എഴുതിക്കൂടെ? ആൽഫയ്ക്ക് പകരം നമ്മൾ KA/C എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ CA അങ്ങ് അകത്തോട്ട് കയറ്റിയാൽ √C² ഇൻറ്റു KA ഡിവൈഡഡ് ബൈ C എന്ന് വരത്തില്ലേ? C ക്യാൻസൽ ആവും. ആസ് എ റിസൾട്ട് √C ഇൻറ്റു KA അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻2. ഈ റൂട്ട് അങ്ങ് മാറ്റുക. അങ്ങനെയാണെങ്കിൽ C ഇൻറ്റു KA ഈസ് ഈക്വൽ ടു 10⁻2ൻ്റെ സ്ക്വയർ എന്ന് വരത്തില്ലേ? ഇവിടുത്തെ റൂട്ട് മാറ്റി, അപ്പോൾ ഇതിന് സ്ക്വയർ എന്നാവും. അപ്പോൾ 10⁻2ൻ്റെ സ്ക്വയർ.
സോ സി ഇൻറ്റു കെ എ ഈസ് ഈക്വൽ ടു 10⁻⁻4 ആണ്. സി ഈസ് ഈക്വൽ ടു 10⁻⁻4 ഡിവൈഡഡ് ബൈ കെ എ. കെ എയുടെ വാല്യൂ എത്രയാ? 4.5 ഇൻറ്റു 10⁻⁻4 ആണ്. 10⁻⁻4 10⁻⁻4 ക്യാൻസൽ ആണ്. 1/4.5 ആണ്, ദാറ്റ് ഈസ് 10/45 ആണ് അല്ലേ? 10/45 ആണ്. 10 ഡിവൈഡഡ് ബൈ 45 നടക്കത്തില്ല, 0 കൊടുത്തു. 15 45 ഗുണം 2 90, 0 10 9 പോയ 1 100, പിന്നെയും 2 90, പിന്നെയും 2 0.222 സംതിങ് വരത്തില്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു 0.222 എന്നും പറഞ്ഞ് ഇങ്ങനെ പോവുക. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? 0.2333, 0.444, 0.666, 0.222. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ആണ്, 0.222 ആണ്. എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായല്ലോ? ഒന്നുകിൽ നമുക്ക് സി വേണം, അല്ലെങ്കിൽ ആൽഫ വേണം. ആൽഫ ഉണ്ടെങ്കിൽ സി കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷേ ആൽഫയുടെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ ആൽഫയ്ക്ക് പകരം √KA/C എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുത്തു. നമ്മൾ ആ ആൽഫ എന്നുള്ള ടേമിനെ അങ്ങ് ഇല്ലാതാക്കി. അവസാനം കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 22 ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ക്ലാസ് എടുത്തതിനെ ബേസ് ചെയ്ത് ഒരു 22 ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നെ തന്നെയെല്ലാം പഠിപ്പിച്ചതിൻ്റെ ഇടയിലെല്ലാം കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു പോയി. അപ്പോൾ ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. PHനെ ബേസ് ചെയ്ത് ഇതൊന്നുമല്ല ക്വസ്റ്റ്യൻ, വളരെ വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. മിക്സ്ചർ ഓഫ് ആസിഡൊക്കെ വെച്ച് ഇത് സിമ്പിൾ സാമ്പിൾ വരിക്കട്ടെ എന്ന് പറയുന്ന കണക്ക് വളരെ ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി കണ്ടന്റും കൂടെ പഠിച്ചതിന് ശേഷം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ.